എല്ലാവർക്കും അടുത്തൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോ MSTR മൈക്രോ സ്ട്രാറ്റജിനെ കുറിച്ചിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജി വാങ്ങാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ് ഇപ്പോൾ എന്നുള്ളതിൻ്റെ ഒരു സിമ്പിൾ എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു വീഡിയോ. സോ MSTR എല്ലാവർക്കും അറിയാം, നമ്മൾ പലപ്പോഴായിട്ട് വളരെ അഗ്രസീവായിട്ട് അഡ്വൈസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് മൈക്രോ സ്ട്രാറ്റജി. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈക്രോ സ്ട്രാറ്റജി. ഷെയർ സെല് ചെയ്തിട്ടും ഡെറ്റ് റൈസ് ചെയ്തിട്ടും ഫിക്സഡ് ഇൻകം സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തിട്ടും വളരെ അഗ്രസീവായിട്ട് ലാർജ് സ്കെയിലിൽ ബിറ്റ്കോയിൻ പർച്ചേസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് മൈക്രോ സ്ട്രാറ്റജി. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്, MSTRൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ബിറ്റ്കോയിൻ ഒരു 10% മുകളിലോട്ട് പോകുമ്പോൾ ഒരു 30%, ഒരു 3 ടൈംസ് മുകളിലോട്ട് പോകാനുള്ള ഒരു ഓൾമോസ്റ്റ് ഗ്യാരൻറ്റീഡ് ആയിട്ട് എപ്പോഴും മുകളിലോട്ട് പോകുന്ന ഒരു സ്റ്റോക്കാണ് മൈക്രോ സ്ട്രാറ്റജി. അത് കാരണം കൊണ്ടാണ് നമ്മളിത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് വളരെ അഗ്രസീവായിട്ട് പലപ്പോഴായിട്ട് ഈ ഒരു ചാനലിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ ഒരു പേഴ്സണൽ പോർട്ട്ഫോളിയോ നോക്കുകയാണ് എന്നുണ്ടെങ്കിലും ബിറ്റ്കോയിൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടുള്ള എക്സ്പോഷർ ഉള്ള ഒരു സ്റ്റോക്കും മൈക്രോ സ്ട്രാറ്റജി തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജി കഴിഞ്ഞൊരു 4 മാസമായിട്ട് ഒരു ചോപ്പി മാർക്കറ്റ്, ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അതിനുള്ള മെയിനായിട്ടുള്ള 2 റീസൺ എന്ന് പറയുന്നത്, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ബിറ്റ്കോയിനും ഇതേ ഒരു സൈഡ് വൈസ് ആയിട്ടുള്ള ഒരു ചോപ്പി മാർക്കറ്റിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, കഴിഞ്ഞ ഒരു 4 മാസത്തിനുള്ളിൽ മൈക്രോ സ്ട്രാറ്റജി വളരെ വലിയ രീതിയിൽ ഷെയർ ഡൈല്യൂഷൻ നടത്തുന്നുണ്ട്. അതായത് കഴിഞ്ഞ വർഷം അനൗൺസ് ചെയ്തിട്ടുള്ള ഈ ഒരു 21 ബില്യൺ അറ്റ് ദ മണി ഓഫറിംഗ്, ഷെയർ സെല്ല് ചെയ്തിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുന്ന ഈ ഒരു പ്രോഗ്രാം വളരെ അഗ്രസീവായിട്ട് അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 21 ബില്യൺ പ്ലാനിൽ ഓൾമോസ്റ്റ് $19 ബില്യൺ ഷെയറും കഴിഞ്ഞ ഒരു 4 മാസം കൊണ്ട് തന്നെ അവർ സെല്ല് ചെയ്തിട്ട് ആണ് ബിറ്റ്കോയിൻ വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത്രയും വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉള്ളത് കാരണം കൊണ്ടാണ് മൈക്രോ സ്ട്രാറ്റജി ഇങ്ങനെ ഒരു സൈഡ് വൈസ് ആയിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ളൊരു ഗുഡ് ന്യൂസ് എന്ന് പറയുന്നത്, ഈ ഒരു അറ്റ് ദ മണി ഓഫറിങ്ങിൽ ഓൾമോസ്റ്റ് $19 ബില്യൺ ഷെയറും മൈക്രോ സ്ട്രാറ്റജി ഓൾറെഡി സെല്ല് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ഇതേ ഒരു റേറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വരുന്ന ഒരു 2 to 3 വീക്സിൻ്റെ ഉള്ളിൽ തന്നെ ഈ ഒരു പെൻഡിങ് ആയിട്ടുള്ള $2.37 ബില്യൺ ഷെയറും സെല്ല് ചെയ്ത് തീരാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ ഒരു ഷെയർ സെല്ല് ചെയ്യുന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ, അതായത് ഈ ഷെയർ സെല്ല് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു പ്ലാനിലുള്ള ഈ ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു $2.37 ബില്യൺ ഷെയർ കൂടി സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ഫോക്കസ് ചെയ്യുന്നത് കൺവേർട്ടബിൾ ബോണ്ടുകളിലോട്ടും ഫിക്സഡ് ഇൻകം ഷെയറുകളായിട്ടുള്ള STRF, STRK പോലുള്ള ഷെയറുകളിലോട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കോമൺ സ്റ്റോക്ക് ആയിട്ടുള്ള ഇക്വിറ്റി ഷെയർ ആയിട്ടുള്ള MSTRൽ വലിയ രീതിയിൽ സെല്ലിംഗ് പ്രഷർ ഉണ്ടാവില്ല. അത് ബിറ്റ്കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോകുമ്പോൾ വളരെ അഗ്രസീവായിട്ട് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്കും മുകളിലോട്ട് പോകാൻ വലിയ രീതിയിൽ സഹായിക്കും എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഉള്ള റീസൺ. സോ അത് വളരെ അഗ്രസീവായിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ കഴിഞ്ഞ ഒരു 2 മാസം കൊണ്ട് 24% താഴോട്ട് വന്നിട്ടും മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് വെറും 45% മാത്രമാണ് താഴോട്ട് വന്നിട്ടുള്ളത്. അതായത് ഈ ഒരു 3 ടൈംസ് മുകളിലോട്ട് പോകുന്ന ഒരു സ്റ്റോക്ക് ബിറ്റ്കോയിൻ ഇത്രയും വലിയ രീതിയിൽ താഴോട്ട് വന്നിട്ടും 45% ആണ് താഴോട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് MSTRൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ മറ്റുള്ള ആൾട്ട് കോയിൻസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും പലരുടെയും ഓവറോൾ പോർട്ട്ഫോളിയോ തന്നെ 70%, 80% താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഷെയർ ഡൈല്യൂഷൻ നടന്നിട്ടും ബിറ്റ്കോയിൻ ഇത്രയും വലിയ രീതിയിൽ താഴോട്ട് വന്നിട്ടും MSTR 45% മാത്രമാണ് താഴോട്ട് വന്നിട്ടുള്ളൂ എന്ന് പറയുന്നത് വളരെ ബുള്ളിഷ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്രമാത്രം ഒരു ബൈയിങ് ഡിമാൻഡ് MSTRൽ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ബിറ്റ്കോയിൻ റിക്കവറായി മുകളിലോട്ട് പോകുന്ന സമയത്ത് വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത്, കഴിഞ്ഞ നവംബർ മാസം, കഴിഞ്ഞ 2024 ഒരു ജൂലൈ നവംബർ മാസം MSTR എങ്ങനെയാണോ മുകളിലോട്ട് പോയത്, അപ്പോൾ മൈക്രോ സ്ട്രാറ്റജിയുടെ കയ്യിൽ ഉണ്ടായിരുന്നത് വെറും 3,31,000 ബിറ്റ്കോയിനാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ സ്ട്രാറ്റജിയുടെ കയ്യിലുള്ളത് 5,28,000 ബിറ്റ്കോയിനാണ്. അപ്പോൾ അന്നത്തെ ഓൾമോസ്റ്റ് ഒരു 50% മോർ ബിറ്റ്കോയിൻ ഇപ്പോൾ മൈക്രോ സ്ട്രാറ്റജിയുടെ കയ്യിലുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഒരു നവംബർ മാസം ഇപ്പോൾ ബിറ്റ്കോയിൻ എങ്ങനെയാണോ, ഇപ്പോൾ നവംബർ മാസത്തിലൊക്കെ MSTR എങ്ങനെയാണോ മുകളിലോട്ട് പോയത്, ഈ ഒരു പീരീഡിൽ എങ്ങനെയാണോ ബിറ്റ്കോയിൻ മുകളിലോട്ട് പോയപ്പോൾ മൈക്രോ സ്ട്രാറ്റജി മുകളിലോട്ട് പോയത്, മേ ബി ഇതിനേക്കാളും അഗ്രസീവായിട്ട് മൈക്രോ സ്ട്രാറ്റജിയുടെ സ്റ്റോക്ക് മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ
ഇപ്പോൾ ബിറ്റ് കോയിൻ റിക്കവർ ആവുന്നതിന് മുന്നേ തന്നെ നമ്മൾ മൈക്രോ സ്ട്രാറ്റജിയിൽ ഫോക്കസ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത്, നമ്മൾ മൈക്രോ സ്ട്രാറ്റജിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ബിറ്റ് കോയിൻ്റെ പ്രൈസിനേക്കാളും കൂടുതൽ ലീഡ് ചെയ്യുന്നത് മൈക്രോ സ്ട്രാറ്റജിയാണ്. അതായത് ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈയിൽ എത്തുന്നതിന് മുന്നേ തന്നെ മൈക്രോ സ്ട്രാറ്റജി ഓൾ ടൈം ഹൈയിൽ എത്തുന്നത് നമുക്ക് ഹിസ്റ്റോറിക്കലി നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ബിറ്റ് കോയിൻ താഴോട്ട് വരുന്നതിന് മുന്നേ തന്നെ മൈക്രോ സ്ട്രാറ്റജി താഴോട്ട് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡിസ്കസ് ചെയ്ത പോലെ അടുത്തൊരു 3 to 4 months ഉള്ളിൽ ബിറ്റ് കോയിൻ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ ഓൾ ടൈം ഹൈയിലോട്ട് MSTR എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2025 ജനുവരിയിൽ, അതായത് ഈ വർഷം ജനുവരിയിൽ ബിറ്റ് കോയിൻ $1,09,000 ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയപ്പോൾ മൈക്രോ സ്ട്രാറ്റജി നവംബറിൽ തന്നെ ഓൾ ടൈം ഹൈയിലോട്ട് എത്തി, 5,00,000, അതായത് $540 എത്തി അല്ലേ. അതിനുശേഷമാണ് മൈക്രോ സ്ട്രാറ്റജി താഴോട്ട് വരുന്നത്. അതായത് 2 മാസം മുന്നേ തന്നെ മൈക്രോ സ്ട്രാറ്റജി ഓൾ ടൈം ഹൈയിലോട്ട് എത്തി. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 60 day ലാഗ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇതേപോലെ തന്നെ ഒരു പ്രൈസ് ആക്ഷനാണ് നമ്മൾ കഴിഞ്ഞ ബുൾ മാർക്കറ്റിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതായത് കഴിഞ്ഞ ഒരു ബുൾ മാർക്കറ്റിൽ ഈ ഒരു 2021 ലെവലിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ ഒരു പ്രൈസ് ആക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഒരു 64 days ലാഗ്, അതായത് ഒരു ബിറ്റ് കോയിൻ ആ ഒരു ഏപ്രിൽ മാസം $65,000 എത്തുന്നതിന് മുന്നേ തന്നെ ഫെബ്രുവരിയിൽ തന്നെ മൈക്രോ സ്ട്രാറ്റജി ഓൾ ടൈം ഹൈയിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബിറ്റ് കോയിൻ ഈ ഒരു ചോപ്പി മാർക്കറ്റിൽ നിന്ന് ബ്രേക്കൗട്ടായി മുകളിലോട്ട് പോയി പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ മൈക്രോ സ്ട്രാറ്റജി ഓൾ ടൈം ഹൈയിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബിറ്റ് കോയിൻ ഈ ഒരു $84,000 എന്നുള്ളൊരു ലെവൽ വളരെ സ്ട്രോങ് ആയിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈവൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ S&P 500 ആണ് എന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ നാസ്ഡാക്ക് ആണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിലുള്ള ഒരു സെൽ ഓഫിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൊറോണ കഴിഞ്ഞതിന് ശേഷമുള്ള ഏറ്റവും വലിയ ഒരു സെൽ ഓഫാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. S&P 500 കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് മാത്രം താഴോട്ട് വന്നിരിക്കുന്നത് 9% ആണ്. അപ്പോൾ ഈ ഒരു വീക്കിൽ ബിറ്റ് കോയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഈ ഒരു $84,000 തന്നെ ഹോൾഡ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഈ ഒരു സെൽ ഓഫ് ഇപ്പോൾ ബിറ്റ് കോയിനിൽ ഉണ്ടായിട്ടുള്ള ഈ ഒരു സെൽ ഓഫ് ഓൾമോസ്റ്റ് തീർന്നു. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റോക്ക് മാർക്കറ്റ് റിക്കവർ ആവുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം ബിറ്റ് കോയിനും വളരെ വലിയ രീതിയിൽ അഗ്രസീവായിട്ട് മുകളിലോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള എൻ്റെ ഇപ്പോൾ ഉള്ള ഒരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ വളരെ വലിയ രീതിയിൽ മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇനിയും വരുന്ന ദിവസങ്ങളിൽ മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. അത് കാരണം കൊണ്ടാണ് നമ്മളിത് ഏർലി സ്റ്റേജിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ പല ആളുകളും റീസെൻ്റ് ആയിട്ട് മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടും MSTUവിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഒപ്പീനിയൻ. ഇപ്പോൾ ഓരോ വീക്കും ഞാൻ ആസ്ക് മീ എനിത്തിങ് ക്വസ്റ്റ്യൻ സ്റ്റോറിയിൽ ഇടുന്ന സമയത്തൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് വരുന്ന ദിവസങ്ങളിൽ മൈക്രോ സ്ട്രാറ്റജിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ടൈം ആയിരിക്കും. അതേപോലെ തന്നെ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിലും ആവറേജ് ചെയ്യാനുള്ള ഒരു ടൈമും അതേപോലെ തന്നെ വീണ്ടും അക്യുമുലേറ്റ് ചെയ്യാനുള്ള ഒരു പീരീഡ് ആയിരിക്കും അടുത്ത ഒരു 2 to 3 weeks എന്നുള്ളതാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ പല ആളുകളും MSTX, MSTU പോലുള്ള ലെവറേജ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളോട് പറയാനുള്ളത് എപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. MSTX, MSTU എന്ന് പറയുന്നത് ലെവറേജ്ഡ് ആയിട്ടുള്ള ഹൈലി ലെവറേജ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അതായത് ബിറ്റ് കോയിൻ ഒരു 10% മുകളിലോട്ട് പോകുമ്പോൾ ഒരു 3 times മുകളിലോട്ട് പോകുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് MSTR. ഒരു 10% മുകളിലോട്ട് പോകുമ്പോൾ അതിൻ്റെ ഡബിൾ 20% മുകളിലോട്ട് പോകുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് MSTX. അപ്പോൾ ഇത് താഴോട്ട് വരുമ്പോഴും വളരെ അഗ്രസീവായിട്ട് താഴോട്ട് വരും. അത് കാരണം കൊണ്ടാണ് നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഒരു $1,000 MSTX, MSTUവിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു $3,000 എങ്കിലും നിങ്ങൾ MSTRൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഒരു $3,000 നിങ്ങൾ MSTRൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു $5,000 അല്ലെങ്കിൽ $6,000 എങ്കിലും ബിറ്റ് കോയിനിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ MSTXൽ MSTUവിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് മീം കോയിൻസിൽ ഇൻവെസ്റ്റ് അതായത് ബിറ്റ് കോയിനിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ മീം കോയിൻസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത് പോലെയാണ് MSTUവിലും MSTXലും മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്യുക. അതാണ് എൻ്റെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. കാരണം ഇനി എന്തായാലും ബിറ്റ് കോയിൻ മുകളിലോട്ട് പോകുമ്പോൾ MSTR മുകളിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും MSTXും MSTU പോലുള്ള ലെവറേജ്ഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സും മുകളിലോട്ട് പോയി വരും.
അതേപോലെ തന്നെ ഓൾറെഡി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ലോസിലാണ് എന്നുണ്ടെങ്കിൽ അത് ഈ ഒരു പീരീഡിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് അടുത്തൊരു 2 to 3 വീക്സ് ആവറേജ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ആയിരിക്കും. ഒരു നല്ല രീതിക്ക് അഗ്രസീവായിട്ട് ആവറേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പഴയ ഒരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ ഒരു പ്രോഫിറ്റിലോട്ട് എത്താനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ ഒരു ചെറിയ രീതിയിൽ MSTXലും MSTUലും എക്സ്പോഷർ ഉണ്ടാകുന്നത് കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ഒരു റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. സോ അപ്പോൾ എന്തായാലും ഇത്രയാണ് MSTRൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ പല ആളുകളും എപ്പോഴും ചോദിക്കുന്ന ഒരു കാര്യമാണ് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിൽ മൈക്രോ സ്ട്രാറ്റജിയിലും അമേരിക്കൻ ബിറ്റ്കോയിൻ ETF-ലൊക്കെ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾ ഇന്ത്യയിലാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യ മണി എന്നുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും. സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലോട്ട് തന്നെ നിങ്ങൾക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാനും സാധിക്കും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. അതേപോലെ തന്നെ നിങ്ങൾ ദുബായിലാണ്, UAE-യിലാണ്, ഗൾഫിലാണ് എന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് സർവ. ഞാൻ ഉപയോഗിക്കുന്നതും ഇതേ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ്. സർവ അബുദാബി ബേസ്ഡ് ആയിട്ടുള്ള അബുദാബി ഗവൺമെൻറ് മുബാദല കാര്യങ്ങളെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ബാക്ക് ചെയ്യുന്ന 100% റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ്. അമേരിക്കയിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ബിറ്റ്കോയിനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, ബിറ്റ്കോയിൻ ETF-ൽ ഇൻവെസ്റ്റ് ചെയ്യാം. UAE ബാങ്ക് അക്കൗണ്ട് വെച്ചിട്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാം. ചാർജുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. UAE ബാങ്കിലോട്ട് തന്നെ നമുക്ക് ക്യാഷ് വിഡ്രോ ചെയ്യാൻ സാധിക്കും. വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സർവ. സോ സർവേയിൽ ഇപ്പോൾ ഒരു പ്രൊമോഷൻ നടക്കുന്നുണ്ട്. എൻ്റെ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വെറും 1800 ദിർഹംസ് നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 500 ദിർഹംസ് നിങ്ങൾക്ക് റെഫറൽ ബോണസായിട്ട് ജോയിനിങ് ബോണസായിട്ട് കിട്ടും. അതായത് $500 നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് 500 ദിർഹംസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. സോ 500 ദിർഹംസ് എന്ന് പറയുന്നത് വലിയൊരു എമൗണ്ട് ആണ്, ഏകദേശം 10,000 രൂപയാണ്. സോ ഈ ഒരു ഓഫർ എപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പോവാം. ഈ ഒരു പെരുന്നാളായിട്ടാണ് ഈ ഒരു ഓഫർ ഇപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിങ്ങൾ പുതിയ ഇൻവെസ്റ്റേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ ഒരു സൈഡ് വേസ് ആയിട്ട് പോകുന്ന ഈ ഒരു മാർക്കറ്റാണ്. MSTR ആണെന്നുണ്ടെങ്കിലും വളരെ വലിയ രീതിയിൽ ഉള്ളൊരു സൈഡ് വേസ് മാർക്കറ്റിലാണ്. മുകളിലോട്ട് പോകാൻ വളരെ വലിയ രീതിയിലുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് ടൈമാണ്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ യൂസ് ചെയ്യാനുള്ള ഒരു പെർഫെക്റ്റ് ടൈമാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മാക്സിമം യൂസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി ഇൻഫർമേറ്റീവ് ആണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇൻഫർമേറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നും പറയുന്ന പോലെ ഷെയർ ചെയ്യുക, ആവശ്യമുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും കമൻറ്റ് സെക്ഷനിൽ എന്നെ അറിയിക്കുക. സോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.